നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ടീം UDF അവകാശപ്പെട്ടിരുന്നത് പോലെ അധികാരം കൈപ്പിടിയിലാക്കിയിരിക്കുന്നു. അതും ഗംഭീര വിജയം. ആ വിജയം 10 വർഷം മാറി നിന്ന UDFന്റെ ശക്തി കൊണ്ട് മാത്രമല്ല കേട്ടോ. ഇടതുപക്ഷത്തിന്റെ എടുത്തു പറഞ്ഞാൽ CPMന്റെ എണ്ണിയാൽ ഒതുങ്ങാത്ത പാളിച്ചകൾ കൊണ്ടാണ്. അത് പാർട്ടി കേന്ദ്രങ്ങളിൽ കൂടി പ്രതിഫലിച്ചു എന്നതിൻ്റെ അന്താളിപ്പിലാണ് നേതൃത്വം. ഇനി അറിയേണ്ടത് ആരാണ് മുഖ്യമന്ത്രി എന്നാണ്. പൊതുജനം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഹൈക്കമാൻഡ് നടപടികൾ തുടങ്ങിയെന്ന് കേൾക്കുന്നു. അത് ഒരു വഴിക്ക് നടക്കട്ടെ. വിവരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ അതൊക്കെ പ്രേക്ഷകരിലേക്ക് അപ്പോൾ അറിയിക്കും. ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കി പെട്ടെന്ന് തിരിച്ചു വരാം. UDF മുഖ്യമന്ത്രി ആരെന്ന് ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. AICC നിരീക്ഷകർ സംസ്ഥാനത്തേക്ക്. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഘടകകക്ഷികളുമായി നാളെ ചർച്ച. പരാജയം പരിശോധിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ തിരുവനന്തപുരത്ത്. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കും. പിണറായി വിജയൻ ഇല്ലെങ്കിൽ KN ബാലഗോപാലിന് സാധ്യത. 3 സീറ്റെന്ന ചരിത്ര വിജയത്തിലും വോട്ട് വിഹിതത്തിലെ കുറവിൽ BJPക്ക് ആശങ്ക. ബംഗാളിൽ സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന BJP. 9-ന് സത്യപ്രതിജ്ഞയെന്ന് സൂചന. ബംഗാളിലെ ഫലം BJP അട്ടിമറിച്ചെന്ന് മമതാ ബാനർജി. ഭവാനിപ്പൂരിലെ തോൽവിക്ക് പിന്നാലെ ഇന്ന് മാധ്യമങ്ങളെ കാണാനൊരുങ്ങി മമത. അമ്പരപ്പിച്ച മുന്നേറ്റത്തിന് പിന്നാലെ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ വേഗത്തിലാക്കി TVK. കണ്ണൂരിലെ ഇടതുകോട്ടകളിൽ CPM വിമതരുടെ തിരുത്തൽ നയം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ വിജയമെന്ന് പ്രതികരണം. കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാക്കിയ തിരിച്ചടിയിൽ റോഷി അഗസ്റ്റിനെതിരെ വിമർശനം. ഗൾഫ് മേഖലയിലേക്ക് വീണ്ടും ആക്രമണം തുടങ്ങി ഇറാൻ. UAE, ഒമാൻ എന്നിവിടങ്ങളിലെ എണ്ണ ഫാക്ടറികൾ ലക്ഷ്യമിട്ടുകൊണ്ട് വ്യോമാക്രമണം. 3 ഇന്ത്യക്കാർക്ക് പരിക്ക്. 15 മിസൈലുകളും 3 ഡ്രോണുകളും പ്രതിരോധിച്ചുവെന്ന് UAE. ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ 7 ബോട്ടുകളെ ആക്രമിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ്. IPLൽ മുംബൈ ഇന്ത്യൻസിന് 3ാം ജയം. ലക്നൗ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ചത് 6 വിക്കറ്റിന്. രോഹിത് ശർമ്മയ്ക്കും റിക്കൾട്ടിനും അർദ്ധ സെഞ്ചുറി. ഇന്ന് ഡൽഹി ചെന്നൈ പോരാട്ടം. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ വേഗത്തിലാക്കാനൊരുങ്ങി കോൺഗ്രസ്. തർക്കമില്ലാതെ മുഖ്യമന്ത്രിയെ ഉടനടി തീരുമാനിക്കണമെന്നും സത്യപ്രതിജ്ഞ വൈകരുതെന്നും UDFനുള്ളിൽ വികാരം. AICC നിരീക്ഷകർ ഉടൻ സംസ്ഥാനത്തെത്തും. അന്തിമ ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നു. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഘടകകക്ഷികളുമായി ചർച്ച നാളെ ഉണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, അങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു. ഗംഭീര വിജയം നേടിയിരിക്കുന്നു ടീം UDF. ഇനിയിപ്പോൾ അറിയേണ്ടത് മുഖ്യമന്ത്രി ആരാണെന്നാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പേ കോൺഗ്രസിൽ ചർച്ചകൾ തുടങ്ങിയതാണ്. 3 പേരുണ്ട്. KC വേണുഗോപാലുണ്ട്, VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. 3 പേരുടെയും അണികളൊക്കെ ഫ്ലക്സുകളൊക്കെ വെച്ച് പലതരത്തിലും അത് ചർച്ചകളിലേക്കൊക്കെ പോയതാണ്. ഇനിയിപ്പോൾ സമയമില്ല. ആരാണ് എന്ന് അറിയണം. എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുന്നത്? തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി എല്ലാ കണ്ണുകളും UDFിലേക്കും പ്രത്യേകിച്ച് കോൺഗ്രസിലേക്ക് തന്നെയാണ്. ഇനി കേരളത്തെ നയിക്കുന്ന ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരിക്കുമെന്നുള്ളത്, അതായത് ആരാകും മുഖ്യമന്ത്രി എന്നത്. പക്ഷേ ഇത്രയും നാൾ നടന്ന ചർച്ചകൾക്കപ്പുറത്തേക്ക് കോൺഗ്രസിനുള്ളൊരു തർക്കം, ഒരു മൂവർ തർക്കം ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. കാരണം 102 സീറ്റുകൾ എന്നത് അവർ പ്രവചിച്ചു, അല്ലെങ്കിൽ അവർ പറഞ്ഞതിനേക്കാൾ അവർ ആവേശം കൊള്ളിക്കാൻ അണികൾക്കിടയിൽ പറഞ്ഞു എന്നത് യാഥാർത്ഥ്യമാകുമ്പോൾ 102 സീറ്റുകളുമായി UDF അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യത്തിൽ ആർക്കാണ് ഇതിനുള്ള യഥാർത്ഥ അവകാശി എന്നത് ഒരു ചോദ്യമായി തന്നെ കോൺഗ്രസിനുള്ളിൽ അതോടൊപ്പം തന്നെ ഘടകകക്ഷികളും ഉന്നയിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 5 വർഷമാണ് കേരളത്തെ പ്രതിപക്ഷമായി നയിച്ച നേതാവ്. ആ VD സതീശന് ഒരു മുൻഗണന എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു. കാരണം ഇത്രയേറെ രീതിയിലൊരു മികച്ച ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായി ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അതിനപ്പുറത്തേക്ക് UDFനെ നയിക്കാനായി നിയോഗിക്കപ്പെട്ട നേതാവെന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെത് പൂർണ്ണമായും വിജയമായിരുന്നു എന്നുള്ള വിധിയെഴുത്ത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് കൂടി ചില ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ UDFിനുള്ളിലൊക്കെ വരുന്നുണ്ട്. ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ മുന്നണിയെ നയിച്ച് ഭരണത്തിലേറ്റുമ്പോൾ, കാരണം ഏത് 10 വർഷത്തിന് ശേഷം ഈ രീതിയിലൊരു അധികാരത്തിലേക്ക് എത്തുമ്പോൾ അത് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ്റെ സംഭാവനകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒന്നും തന്നെ അങ്ങനെ അവഗണിച്ച് ഒരു
തർക്കത്തിലേക്ക് പോകുമ്പോൾ അത് എങ്ങനെയാകും അണികൾ അതിനെ എടുക്കുക, ഒരു പൊതുവികാരം എങ്ങനെയാകും, ഈ രീതിയിലൊക്കെ ഇപ്പോൾ ചർച്ചകൾ മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ കോൺഗ്രസിലെ മുതിർന്ന നേതാവ്, ഈ തർക്കത്തിനിടയിൽ നിൽക്കുന്ന രമേശ് ചെന്നിത്തല ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ മുന്നണിയെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം കഴിവ് അത്തരം ചർച്ചകളിലേക്കും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലിൻ്റെ ഈ രീതിയിൽ അദ്ദേഹം മത്സരിച്ചിട്ടില്ല എങ്കിൽ പോലും തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ ചർച്ച, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹം മുഖ്യമന്ത്രി ചർച്ചകളിലെ ഏറ്റവും നിർണായകമായ ഒരു ഭാഗമായി അദ്ദേഹം നിലനിൽക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ തർക്കം ഇത്രയും നാൾ നമ്മൾ കണ്ടതിനപ്പുറത്തേക്ക് മറ്റൊരു രീതിയിൽ പോകുന്നു. അതിനപ്പുറത്തേക്ക് AICC നിരീക്ഷകർ ഇനി ഒട്ടും വൈകിക്കേണ്ടതില്ല എന്ന് UDF-നുള്ളിൽ എല്ലാ ഘടകകക്ഷികൾക്കും ഒരു വികാരമുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSP ഉൾപ്പെടെയുള്ള പ്രധാന ഘടകകക്ഷികളൊക്കെ തന്നെയും. കാരണം ഇത്രയേറെ ജനസമ്മതി നേടി അധികാരത്തിൽ വരുമ്പോൾ ഇനി വൈകിപ്പിച്ച് അതിൻ്റെ ഒരു നിറം മങ്ങിക്കാൻ പാടില്ല, തർക്കങ്ങളുള്ള നിറം മങ്ങിക്കാൻ പാടില്ല എന്നൊരു വികാരം ഉണ്ടായിരിക്കുകയാണ്. ഇനി എത്രയും വേഗത്തിൽ അത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് കോൺഗ്രസിനുള്ളിൽ UDF-നുള്ളിലും ഒരു ആവശ്യം ഉയരുന്നത്. അത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ കാര്യങ്ങളെല്ലാം വ്യക്തമാവും. മറ്റൊന്ന്, അൺഫ്ലിട്ട് ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നാണ്. പിണറായി വിജയൻ ആയില്ലെങ്കിൽ ആരായിരിക്കും? ബാലഗോപാലിന്റെ പേരുകളൊക്കെ കേൾക്കുന്നു. അതായത് ഈ പ്രതിപക്ഷ ഇത്രയേറെ എന്തായാലും നമുക്ക് എക്സിറ്റ് പോളുകളുടെയൊക്കെ വെച്ച് ഒന്നുകിൽ ഭരണപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന രീതിയിലൊക്കെ LDF-നുള്ളിൽ നേരത്തെ ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ചകളിലേക്ക് വന്നിരുന്നുവെങ്കിലും അത് മുഖ്യമന്ത്രിയാണെങ്കിൽ അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പ്ലാൻ ബി എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് തന്നെ CPM കടന്നിരുന്നില്ല. കാരണം CPM-നെ സംബന്ധിച്ച് മറുഭാഗത്തൊക്കെ UDF-നെ കോൺഗ്രസിനെ പോലെയല്ല, അങ്ങനെ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. പക്ഷേ അവർക്കാണ് പ്രതീക്ഷിച്ചു എന്നതിന് അവർ ഒരിക്കലും പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ഒരു പരാജയം 35 എന്ന നമ്പറിലേക്ക് വരുന്നു. ഏറ്റവും ചുരുങ്ങിയ നമ്പറിലേക്ക് CPM ഒതുങ്ങുന്നു. തമ്മിൽ ഭേദപ്പെട്ട നിലയിൽ പ്രകടനം കാഴ്ചവെച്ച് CPI ആയി മാറുന്നു. ഈ രീതിയിലൊരു പരാജയം ഒരിക്കൽ പോലും അവർ അറിഞ്ഞിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് എന്തായാലും പിണറായി വിജയൻ ഉണ്ടാകില്ല എന്നത് ഏറെക്കുറെ തന്നെ ഒരു തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹത്തെ ധർമ്മടത്ത് പോലും അദ്ദേഹത്തിന് പരാജയം മണത്തെറിഞ്ഞ ഒരു നേതാവായി മാറിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി പ്രതിപക്ഷ നിരയെ നയിക്കാൻ പിണറായി വിജയൻ ഉണ്ടാവുകയില്ല എന്ന് തന്നെ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നിരയിലേക്ക് പ്രതീക്ഷിച്ചിരുന്ന നേതാക്കന്മാർ പലരും പരാജയത്തിൽ ഈ കൊടുങ്കാറ്റത്തിന് അവരൊക്കെ തന്നെ ആടിയുലഞ്ഞ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ജയിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ഒപ്പം തന്നെ CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായി KN ബാലഗോപാലിലേക്കുള്ള എല്ലാ കണ്ണുകളും നീളുന്നത്. ബാലഗോപാൽ തന്നെയാകും പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഒപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ ചേരുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പിന്റെ പരാജയം വലിയ രീതിയിലൊന്നും വിലയിരുത്തുകയില്ല. കാരണം അത്ര നീണ്ട ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒന്നും ആവുകയില്ല. എന്നാൽ ഇപ്പോൾ പ്രാഥമികമായിട്ടൊരു വിലയിരുത്തലുണ്ടാകും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന ചർച്ചകളിൽ ഒരുപക്ഷെ ഒരു തീരുമാനം നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഇടതുമുന്നണി യോഗവും വിളിക്കും. കാരണം മുന്നണിയിൽ ഇക്കാര്യം അറിയിക്കുകയുണ്ട്. മുന്നണിയുടെ അഭിപ്രായം കൂടി മറ്റ് ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി തേടേണ്ടതുണ്ട്. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ അപ്പോൾ പോലും പ്രതിപക്ഷ നേതാവിന് ചർച്ചകൾക്കൊന്നും വലിയ രീതിയിലുള്ള ഒരു അമാന്തമൊന്നും ഉണ്ടാകാതെ തന്നെ എത്രയും വേഗം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ പ്രതിപക്ഷ നേതാവ് ആരാകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഒരു വാർത്താക്കുറിപ്പിലൂടെ മറ്റു കാര്യം അറിയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാകും CPM ഇടതുപക്ഷവും ഒക്കെ തന്നെയും ഈ പരാജയത്തിന്റെ ഓരോ ഇഴകീറിയുള്ള വിശകലനങ്ങളും വിമർശനങ്ങളിലേക്കും. ശരി അൻഫ്ലിട്ട്, ഇനിയിപ്പോൾ പൊതുജനത്തിന് അറിയേണ്ടത് ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ്. ഈ രണ്ട് കാര്യങ്ങളും UDF-ലും അതുപോലെ തന്നെ LDF-ലും ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ വിവരങ്ങൾ നമുക്ക് അറിയാനാവും. ഇനി കിരണിലേക്ക് പോവുകയാണ്. കിരണുണ്ട് കൊച്ചിയിൽ. കിരൺ, BJP മികച്ച വിജയം തന്നെയാണ്, അങ്ങനെ തന്നെ വേണം പറയാൻ. 2016-ൽ അക്കൗണ്ട് തുറന്നെങ്കിലും അത് 2021-ൽ പൂട്ടിയതാണ്. അത് വീണ്ടും അക്കൗണ്ട് തുറന്നിരിക്കുന്നു. അതും 3 സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. അതും ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകൾ തന്നെയാണ് BJPക്ക് ലഭിച്ചത്. എങ്ങനെയാണ് ഇനി BJP കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ചില സംശയങ്ങളൊക്കെയുണ്ട്. വോട്ട് വിഹിതം കുറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിച്ച ചില മണ്ഡലങ്ങളിലൊക്കെ വോട്ട് വിഹിതം കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകൾ വേണം, അതിൻ്റെ ഒരു നിരീക്ഷണം അതിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് പാർട്ടി ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്?
മായ, ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിജയം തന്നെയായിരുന്നു BJP ഇന്നലെ നേടിയിരിക്കുന്നത്. 3 സീറ്റുകൾ, അതും LDFിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ തന്നെ പിടിച്ചെടുത്തുകൊണ്ട് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് BJPയെ സംബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സീറ്റുകളുടെ എണ്ണത്തിലൊരു വലിയ വർധനവുണ്ടായി. എന്നിരുന്നാൽ പോലും BJPയുടെ വോട്ട് ഷെയറിൽ വലിയ വർധനവ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് യാഥാർത്ഥ്യമായിട്ട് ഉള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11.30 BJPക്ക് വോട്ട് ഷെയർ ലഭിച്ചിരുന്നതെങ്കിൽ, എന്നാൽ ഇത്തവണ നോക്കിക്കഴിഞ്ഞാൽ അത് 11.42 മാത്രമാണ്, ശതമാനത്തിലേക്ക് മാത്രമാണ് വോട്ട് വിഹിതം ഉയർത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. 2025 ലോക്കൽ ബോഡി ഇലക്ഷന് പോലും 14.6% അടക്കം BJPക്ക് വോട്ട് ലഭിച്ചിരുന്നതാണ്. എന്നാൽ അത് നിയമസഭയിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ തന്നെ കുറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ ആത്മവിശ്വാസം, പ്രതീക്ഷയൊക്കെ BJPക്ക് നൽകുന്ന അതേ സമയത്ത് തന്നെ വോട്ട് ഷെയർ കുറഞ്ഞത് അത് BJPയിൽ വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 3 മണ്ഡലങ്ങളിലും LDFിൻ്റെ വോട്ടുകളിൽ വലിയൊരു കുറവ് വരുത്താനായിട്ട് BJPയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് BJP മികച്ച ഒരു നേട്ടമായി തന്നെ എടുത്തു പറയുന്നത്. മാത്രവുമല്ല, ഈ വോട്ടെണ്ണുന്ന ആദ്യഘട്ടങ്ങളിലൊക്കെ 5ഓളം മണ്ഡലങ്ങളിലാണ് BJP മുന്നിട്ട് നിന്നിരുന്നത്. ഈ സ്ഥലങ്ങളിലൊക്കെ UDFിൻ്റെയും LDFിൻ്റെയും വോട്ടുകൾ വലിയ രീതിയിൽ തന്നെ BJPയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും BJPക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. കൂടാതെ BJPയെ സംബന്ധിച്ചുള്ള വലിയ ഒരു പരീക്ഷണം നടത്തിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയായിരുന്നു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ പരീക്ഷണങ്ങളൊക്കെ ഇനി വിജയം കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഏതായാലും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പ്രധാനമായിട്ടും 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നുള്ള BJPയുടെ ഒരു പ്രവർത്തനം, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെ BJPയോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിന് 2 സംസ്ഥാന നേതാക്കളെ തന്നെ നേരിട്ട് ഇറക്കിയായിരുന്നു BJP ഈ കാര്യങ്ങളൊക്കെ ഏകോപിച്ചുകൊണ്ടിരുന്നത്. ഷോൺ ജോർജും ഒപ്പം തന്നെ അനൂപ് ആന്റണിയുമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇവർ 2 പേരും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ തന്നെയാണ് മത്സരിച്ചിരുന്നത്. ഈ മേഖലകളിലൊക്കെ വോട്ട് വിഹിതത്തിൽ വലിയൊരു വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സ്ഥാനാർത്ഥികളൊക്കെ പറഞ്ഞത്. എന്നിരുന്നാൽ പോലും അത് ഏതൊക്കെ തരത്തിൽ BJPക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് BJP വിലയിരുത്താനായിട്ട് തയ്യാറാവുന്നത്. തിരുവല്ലയിലും പാലയിലും സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 സ്ഥലത്തും 20,000-ലധികം വോട്ടിൻ്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പാലയിൽ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെക്കാളും 3 ഇരട്ടി വോട്ട് വർദ്ധിച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഷോൺ ജോർജ് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമൊക്കെ വന്നതിന് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും വലിയൊരു പ്രതീക്ഷ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലേക്ക് നടത്തിയിട്ടുള്ള ഈ ഒരു പ്രവർത്തനം അത് ഗുണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം BJP ഏതായാലും വിലയിരുത്തുന്നുണ്ട്. കൂടാതെ തന്നെ മറ്റൊരു കാര്യം 2020യുമായി ചേർന്നിട്ടുണ്ട് നടത്തിയിരുന്ന സഖ്യമാണ്. എറണാകുളം പോലെയുള്ള ജില്ലയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു പാർട്ടിയെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഉയർത്തിക്കാട്ടുന്ന രീതിയിലേക്കായിരുന്നു 2020യും NDAയുമായിട്ടുള്ള സഖ്യത്തിലൂടെ ഉണ്ടായിരുന്നത്. എറണാകുളം ജില്ലയിൽ തന്നെ ബഹുഭൂരിപക്ഷം സീറ്റുകളും 2020ക്ക് വിട്ടുകൊടുത്തുകൊണ്ടായിരുന്നു BJP ഈ പരീക്ഷണത്തിന് ഒരുങ്ങിയിരുന്നത്. എന്നാൽ വലിയ ഒരു മാറ്റം നടത്താനായിട്ട് 2020യെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് കൂടി BJP എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് 2020ക്ക് ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള കുന്നത്തുനാടും ഒപ്പം തന്നെ പെരുമ്പാവൂർ, ഈ മണ്ഡലങ്ങളൊക്കെ ആയിരുന്നു 2020 അവരുടെ ഒരു പ്രതീക്ഷയായിട്ട് പങ്കുവച്ചിരുന്നത്. എന്നാൽ ഈ സ്ഥലങ്ങളിൽ പോലും വലിയ രീതിയിലൊരു മുന്നേറ്റം 2020ക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. കുന്നത്തുനാടിൽ അവിടെ സാബു ജേക്കബിൻ്റെ മണ്ഡലമാണ്. 2020ക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകൾ, 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളടക്കം ഉൾപ്പെടുന്ന കുന്നത്തുനാടിൽ 3ാമത്തെ സ്ഥാനത്തേക്ക് 2020 പോകുന്നു എന്നുള്ളൊരു കാഴ്ച തന്നെയാണ്. അത് 2020യുടെ വിലയിരുത്തൽ NDAയുമായിട്ടുള്ള സഖ്യത്തെ തുടർന്ന്, ഈ BJP സഖ്യത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് അവർ വിലയിരുത്തുന്നത്. എന്നിരുന്നാൽ പോലും വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം മധ്യ കേരളത്തിലോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലോ 2020യുടെ സഖ്യവുമായി ബന്ധപ്പെട്ട് BJPക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിൽ നേരത്തെ തന്നെ വിമർശനങ്ങളൊക്കെ BJPയുടെ ഉള്ളിൽ ഉയർന്നിരുന്നതാണ്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. BJP സ്ഥാനാർത്ഥി മത്സരിക്കണം എന്നൊക്കെ BJP പ്രവർത്തകർ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ 2020ക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും വലിയൊരു മുന്നേറ്റം ഈ തൃപ്പൂണിത്തുറയിൽ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഈ ഇതൊക്കെ വലിയ ചർച്ചയ്ക്ക് കാരണമായ വിഷയങ്ങളാണ് മുൻപും ഇപ്പോഴും. അത് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ ചൂടുറപ്പിക്കുന്നതാണ് ഈ 3 സീറ്റുകളിലെ BJPയുടെ വിജയം. എന്നാൽ വോട്ട് വിഹിതം കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇനി കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുന്ന വിഷയം തന്നെയാണ്.
തൃശ്ശൂരിലും ശക്തി തെളിയിച്ച് കോൺഗ്രസ് 13 മണ്ഡലങ്ങളിൽ 9 LDF. മുന്നേറ്റം തുടരുമ്പോഴും തൃശ്ശൂർ നഗരം അടക്കമുള്ള നിർണായകമായ സീറ്റുകളിൽ UDF അപ്രതീക്ഷിത കുതിപ്പാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച BJPയെ തൃശ്ശൂർ കൈവിട്ടു. ത്രികോണ മത്സരങ്ങൾ പ്രതീക്ഷിച്ച് പല മണ്ഡലങ്ങളിലും LDF UDF മത്സരങ്ങളാണ് കാണാനായത്. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, തൃശ്ശൂർ പരമ്പരാഗതമായ ഒരു UDF മണ്ഡലം തന്നെ ആയിരുന്നു. പക്ഷേ അതിൽ വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലമായി അവിടെ ഉള്ളത്. അതിൽ ചെറിയൊരു വ്യത്യാസം അതല്ലേ ഉണ്ടായത് ഇപ്പോൾ? മായ, തീർച്ചയായും UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ തൃശ്ശൂരിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഈ സീറ്റ് കുറവ് വന്നതിനെ തുടർന്ന് തൃശ്ശൂരിൽ അവർക്ക് ഉണ്ടായ പ്രയാസങ്ങൾക്കൊക്കെ അറുതി വരുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നത്. UDFന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ തൃശ്ശൂരിൽ സാധിച്ചു. അതായത് കണക്കുകൂട്ടലുകൾ വളരെ കൃത്യമായിരുന്നു. 4 സീറ്റുകൾ വരെ നേടാൻ തൃശ്ശൂരിൽ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടൽ UDFന് അത് കൃത്യമായി തന്നെ അത് നടന്നു. 4 സീറ്റുകൾ കരസ്ഥമാക്കാൻ സാധിച്ചു. പക്ഷേ ബാക്കി 9 സീറ്റുകളിൽ LDF തുടരുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോഴും LDFന്റെ ഒരു അപ്രമാദിത്വം നമുക്ക് തൃശ്ശൂരിൽ കാണാൻ സാധിക്കും. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ കാണിച്ച ആ ഒരു വലിയ വിജയം LDFന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല. LDF നേതാക്കൾ പറഞ്ഞത് ഈ 13 സീറ്റുകളും നേടും, അല്ലെങ്കിൽ 12 സീറ്റുകളായിരുന്നു ആദ്യം, പക്ഷെ അത് 13ലേക്ക് ഉയർത്തി 13 സീറ്റുകളും നേടുമെന്നുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ പങ്കുവച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. അത് 9ലേക്ക് കുറയുകയും മാത്രമല്ല കോൺഗ്രസിന്റെ സീറ്റ് കൂടുകയും ചെയ്തു. 4 സീറ്റിലേക്ക് എത്തി. അത് ചാലക്കുടി മാത്രമായിരുന്നു ആദ്യം കോൺഗ്രസിനുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് 3 മണ്ഡലങ്ങൾ കൂടി വന്നപ്പോൾ കോൺഗ്രസിന്റെ ശക്തി കുറച്ചുകൂടി കൂടി. ഈ ഒരു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസ് വലിയൊരു ഓളമാണ് തൃശ്ശൂരിൽ സൃഷ്ടിക്കുന്നത്. കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുന്നു, അത്തരത്തിൽ വലിയ മുന്നേറ്റങ്ങൾ കൈവരിക്കുന്നു. അതിൻ്റെ ഒരു സൂചകമായി തന്നെ ഇപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴും അതിൻ്റെ തുടർ നടപടി എന്നോണം വലിയ ഒരു വിജയം, ഒരു മുന്നേറ്റം കൈവരിക്കാൻ തൃശ്ശൂരിൽ UDFനായി എന്നുള്ളതാണ്. പക്ഷേ അത് BJPയിലേക്ക് വരുമ്പോൾ വലിയൊരു പരാജയമാണ് തൃശ്ശൂരിലുണ്ടായത്. കാരണം കേരളം ഉറ്റുനോക്കിയ ഒരു മണ്ഡലം അല്ലെങ്കിൽ ഉറ്റുനോക്കിയ ഒരു ജില്ലയാണ് തൃശ്ശൂർ. പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJP കൈവരിച്ച വിജയം, അതിൻ്റെ തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് തൃശ്ശൂരിൽ ഉണ്ടാകുമെന്ന വലിയൊരു പ്രതീക്ഷ NDA ക്യാമ്പിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് വലിയ രീതിയിൽ ഇല്ലാതാക്കിയിരിക്കുന്നു. ആ ഒരു പ്രതീക്ഷ നശിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ റിസൾട്ട് വന്നത്. ഒരു സ്ഥലത്ത് പോലും BJPക്ക് ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ ഒരു സീറ്റ് നേടാൻ സാധിച്ചില്ല. പക്ഷേ മുന്നേറ്റം സൃഷ്ടിച്ചു. തീർച്ചയായും വലിയൊരു ശക്തി പ്രകടിപ്പിക്കാൻ പല മണ്ഡലങ്ങളിലും BJPക്ക് NDAക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലേറ്റവും പ്രധാനം ചില മണ്ഡലങ്ങളൊക്കെ ത്രികോണ മത്സരം കൃത്യമായി നടക്കുമെന്ന് പ്രതീക്ഷ അർപ്പിച്ചതാണ്. പക്ഷെ അവിടെ അതുണ്ടായില്ല. അവിടെ മത്സരം LDFും UDFും തമ്മിലായി മാറി എന്നുള്ളതാണ്. അവിടെയും BJPക്ക് പുറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാ മണ്ഡലങ്ങളിലും പ്രാതിനിധ്യം ഉറപ്പിച്ചു. അത് കൂടുതൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ ശക്തി കേന്ദ്രമാക്കാനുള്ള ഒരു സാധ്യത NDA ക്യാമ്പിലുണ്ട്. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച ഏറ്റവും വലിയ കാര്യം കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാനായി എന്നുള്ളതാണ്. പക്ഷേ LDF ആ സീറ്റുകൾ, ഈ 9 സീറ്റുകൾ ഇപ്പോഴും തുടരുന്ന അപ്രമാദിത്വം തുടരുന്ന ഒരു സാഹചര്യവും നമുക്ക് തൃശ്ശൂരിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് മായ. ഹരീഷാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കണ്ണൂരിലേക്കാണ്. ഇന്നലെ രാഷ്ട്രീയ കേരളം നെഞ്ചിടിപ്പോടെ ആകാംക്ഷയോടെയൊക്കെ റിസൾട്ട് നോക്കിയിരുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ. കണ്ണൂരിൽ നേതൃത്വത്തെ തിരുത്തിയിരിക്കുകയാണ് അണികൾ. ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടി തകർന്നടിഞ്ഞതാണ് കണ്ടത്. കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷം നേടിയ മണ്ഡലങ്ങളിലും CPMന് കാലിടർന്നത് നമ്മൾ കണ്ടു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ വിജയമെന്നാണ് CPM വിട്ട വിമതർ പ്രതികരിച്ചത്. ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, ഈ വിമതർ പറയുന്നത് പോലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ വിജയം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെ പറയാതെ വയ്യ ജോസഫ്. തീർച്ചയായും ആദ്യഘട്ടം മുതൽ തന്നെ വലിയ രീതിയിൽ ചർച്ചകൾക്കിടയായ മണ്ഡലമാണ് പയ്യന്നൂരും തളിപ്പറമ്പും. പയ്യന്നൂരും തളിപ്പറമ്പും മാത്രമല്ല, അതിന്റെ അലയൊലികൾ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായി എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് കാലിടേറി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല, മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇടങ്ങളിൽ പോലും CPM വളരെയേറെ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ ഫലം വന്നപ്പോൾ കാണാൻ സാധിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പയ്യന്നൂരാണ്.
പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വിവാദം അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കഴിഞ്ഞ തവണ TA മധുസൂദന് 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ്. ഇത്തവണ V കുഞ്ഞികൃഷ്ണൻ 10,000 വോട്ട് കൂടി അധികം പിടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യം, അതായത് 60,000 പാർട്ടി അംഗങ്ങൾ തന്നെ ഈ V കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. TA മധുസൂദന്റെ ഈ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ജനം ഏറ്റെടുത്തു, പ്രത്യേകിച്ച് അണികൾ ഏറ്റെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യ റൗണ്ട് എണ്ണിയപ്പോൾ മുതൽ ആദ്യ റൗണ്ട് ഈ ഇത്തരത്തിൽ കരിവള്ളൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഭാഗമാണ്. അവിടെ CPM വലിയ രീതിയിലുള്ള തേരോട്ടമുള്ള സ്ഥലമാണ്. 12,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നിടത്ത് 2,000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് കണ്ടത്. ആദ്യ ഫലസൂചകൾ തന്നെ, അതായത് പയ്യന്നൂർ മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ V കുഞ്ഞികൃഷ്ണൻ അനുകൂലമായ ഒരു തരംഗമാണ് ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം കല്യാശ്ശേരിയാണ്. കല്യാശ്ശേരി നിലനിർത്താൻ ഒരു കാരണം, അതായത് ഈ M വിജിന്റെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. വളരെ ജനകീയനായൊരു നേതാവ് കൂടിയാണ് M വിജിൻ. ആ ഒരു ജനകീയ മുഖമാണ് M വിജിന് ഇത്തരത്തിൽ വിജയം സമ്മാനിച്ചത്. എന്നിരുന്നാൽ പോലും അവിടെ വോട്ട് ഉൾപ്പെടെ കുറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു എന്നാണ് ഈ ഫലം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം തളിപ്പറമ്പ് മണ്ഡലമാണ്. ഈ തളിപ്പറമ്പ് മണ്ഡലത്തിൽ വലിയ രീതിയിൽ അടിയൊഴുക്കുകൾ ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം കോട്ട ഭൂമിയായിരുന്ന തളിപ്പറമ്പിൽ ഇത്തരത്തിൽ അടിപതറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നടന്നിരുന്നു. മാത്രമല്ല MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം ഒഴിയുന്നൊരു പദവിയിലേക്ക് ഭാര്യയെ നിയമിക്കാൻ ശ്രമിക്കുന്നത് കേരള രാഷ്ട്രീയം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. ഇത്തരത്തിൽ അനർഹമായി കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ല എന്ന പാർട്ടി നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തിനെതിരെ ശക്തമായ ഒരു നിലപാട് കൂടി സ്വീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അതിശക്തമായ പോരാട്ടമാണ് തളിപ്പറമ്പിലും നടന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരത്തിലും മയ്യിലും മലപ്പട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ TK ഗോവിന്ദന് വലിയ രീതിയിൽ സ്വീകാര്യത ലഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം ഈ ധർമ്മടം തന്നെയാണ്. ആദ്യ 7 റൗണ്ടുകൾ എണ്ണിയപ്പോൾ മുഖ്യമന്ത്രി ബഹുദൂരം പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വീടിരിക്കുന്ന വാർഡിരിക്കുന്ന ഭാഗങ്ങളിൽ പോലും മുഖ്യമന്ത്രി പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ആദ്യ 7 റൗണ്ടുകൾ എണ്ണിയപ്പോഴാണ് ഇത്തരത്തിൽ ക്രമാനുഗതമായി ഈ എതിർ സ്ഥാനാർത്ഥിയായ VP അബ്ദുൾ റഷീദ് വോട്ട് വിഹിതം ഉൾപ്പെടെ വർദ്ധിപ്പിച്ച് രംഗത്തെത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നത്. അത് പിണറായിസത്തോടുള്ള വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി പാർട്ടി അണികളിൽ നിന്ന് തന്നെ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട ശരിയാണ് ജോസഫ് പറഞ്ഞത്. കണ്ണൂരിലെ നേതൃത്വത്തെ തിരുത്തിയിരിക്കുകയാണ് അണികൾ. കുറച്ച് വൈകിയാണെങ്കിലും ആ തിരുത്തൽ ഇപ്പോഴെങ്കിലും ഉണ്ടായത് വളരെ നന്നായിരിക്കുകയാണ്. കോട്ടയത്ത് ഇടതുമുന്നണിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ഏറ്റുമാനൂർ, വൈക്കം, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിലാണ്. ഏറ്റുമാനൂരിൽ VN വാസവന് ആധികാരിക മേൽക്കൈ നേടാനായില്ല. വൈക്കത്ത് CPI നേതാവ് P പ്രദീപിന്റെ തോൽവി CPIക്ക് കനത്ത തിരിച്ചടിയായി. കോട്ടയത്ത് നിന്ന് പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, കോട്ടയത്ത് CPM-നും CPIക്കും കനത്ത തിരിച്ചടിയാണ്. പക്ഷേ കോട്ടയം എന്ന് പറയുമ്പോൾ ആദ്യം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുക കേരള കോൺഗ്രസ് എങ്ങനെ എന്ന് തന്നെയാണ്. കേരള കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ കോട്ടയത്ത് ഇനിയിപ്പോൾ ഇടതുമുന്നണിയുടെ ഒരു മടങ്ങി വരവ് അത് അത്ര എളുപ്പമാവില്ലല്ലോ പ്രശാന്തേ? തീർച്ചയായും മായ, കോട്ടയത്ത് ഈ 9 മണ്ഡലങ്ങളും UDF പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 4 മണ്ഡലങ്ങളിലാണ് നിലവിൽ UDFന് പ്രതിനിധികൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 9 മണ്ഡലവും UDFിലേക്ക് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ പറഞ്ഞതുപോലെ ഇതൊരു മടങ്ങിവരവിനെ പറ്റിയുള്ള ഒരു ചോദ്യം തന്നെയാണ് അവശേഷിക്കുന്നത്. കാരണം നമ്മൾ ഈ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ വൈക്കം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ, കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ കോട്ട, അത് 91-ന് ശേഷം 91-ൽ അവിടെ കോൺഗ്രസ് വിജയിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലും അവിടെ കാര്യമായ ഒരു വിജയം നേടാൻ എന്നല്ല, അവിടേക്ക് പിടിച്ചെടുക്കാൻ പിന്നീട് ഒരിക്കലും കോൺഗ്രസിന് കഴിയാതിരുന്ന ഒരു മണ്ഡലമാണ് വൈക്കം. അവിടെയാണ് ഇപ്പോൾ 1300-ൽ പരം വോട്ടുകൾക്ക് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി K ബിനിമോൻ വിജയിച്ചു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021-ൽ 30,000-ഓളം വോട്ടുകൾക്ക് CK ആശ വിജയിച്ചു വന്ന ഒരു മണ്ഡലമാണ്. അവിടുത്തെ മിക്ക പഞ്ചായത്തുകളിലും വലിയ ഒരു മേൽക്കൈ ഇത്തവണ UDF നേടിയെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിലവിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പോലും, അതായത് വെള്ളൂർ,
തലയാഴം പഞ്ചായത്തുകളിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മേൽക്കൈ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാന കാര്യം. അതേപോലെ തന്നെ നമ്മൾ ഏറ്റുമാനൂർ പരിശോധിക്കുമ്പോൾ മന്ത്രി കൂടിയായിരുന്ന VN വാസവൻ ഇവിടെ കനത്ത തിരിച്ചടി നേരിടുന്നു. ഒരു പക്ഷേ മന്ത്രിസഭയിൽ രണ്ടാമെന്നോ ഒക്കെ വിശേഷിപ്പിക്കപ്പെട്ട എന്ന് വെച്ചാൽ പല പല വകുപ്പുകൾ മാറി മാറി കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രിയായിരുന്നു VN വാസവൻ. മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. 20,000-ഓളം വോട്ടുകൾക്കാണ് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിനോട് അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ കോട്ടകളായ അയ്മനം, കുമരകം, തിരുവാർപ്പ്, അതേപോലെ തന്നെ നീണ്ടൂർ പഞ്ചായത്തുകളിലൊക്കെ ഇടതുപക്ഷം തകർന്നടിയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം മുൻപ് വാഴൂർ മണ്ഡലമായിരുന്ന കാലത്ത് അവിടെ ഡോക്ടർ N ജയരാജിൻ്റെ പിതാവ് അതിനുശേഷം ഡോക്ടർ N ജയരാജും ഇവർ തുടർച്ചയായി ഇവിടെ വിജയിച്ചു വന്നിരുന്ന ഒരു മണ്ഡലം. കാഞ്ഞിരപ്പള്ളി മണ്ഡലം ആയതിനു ശേഷം അവിടെ വീണ്ടും ഇടതുപക്ഷത്തിനൊപ്പവും UDF-നൊപ്പവും നിന്ന് ജയരാജ് വിജയിച്ച മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. അവിടെ അദ്ദേഹത്തിന് കാലിടറിയിരിക്കുന്നു. അവിടെ 6,000-ഓളം വോട്ടുകൾക്ക് അവിടെ ഒരു പുതുമുഖമായ റോണി കെ ബേബി വിജയിച്ചു വരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതോടൊപ്പം നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം പാല തന്നെയാണ്. പാലായിൽ തെല്ലൊരാശ്വാസമുണ്ട്. കാരണം 15,000-ഓളം വോട്ടുകൾക്ക് മാണിസിക്കാപ്പിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം അവിടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു. 2,991 വോട്ടുകൾക്കാണെങ്കിലും പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനായ ജോസ് കെ മാണി അവിടെ പരാജയപ്പെടുന്നു. അങ്ങനെ 3 പാർട്ടികളാണ് ഇവിടെ ഇടതുപക്ഷത്തെ 3 പാർട്ടികളാണ് കോട്ടയത്ത് മത്സരിച്ചത്. അത് CPM-ഉം CPI-യും അതേപോലെ കേരള കോൺഗ്രസുമായിരുന്നു. ഈ 3 പാർട്ടികളും ഇവിടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ച, ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരത്തിനിറങ്ങിയ 3 പാർട്ടികൾക്കും ഇവിടെ പരാജയം നേരിടുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോട്ടയായി സൂക്ഷിച്ചിരുന്ന ഏറ്റുമാനൂരും അതേപോലെ തന്നെ വൈക്കവും കൈവിട്ടു പോയത് അത് വലിയൊരു ചർച്ചാ വിഷയമായി തന്നെ മാറുമെന്നതിൽ സംശയമില്ല. ഇവിടെ ഒരു മടങ്ങിവരവ് എത്രത്തോളം സാധ്യമാണെന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭാഗങ്ങളിലുണ്ടായ പാർട്ടികളിലുണ്ടായ ഭിന്നിപ്പ്, അത് CPI-യിൽ വൈക്കത്ത് CPI-യിൽ വലിയ ഭിന്നിപ്പുണ്ടായിരുന്നു. K അജിത്ത് മുൻ MLA അവിടുന്ന് BJP-യിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. അതവിടെ വലിയൊരു ക്ഷീണം CPI-ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മുൻപ് 11,000 വോട്ടുണ്ടായിരുന്ന NDA-ക്ക് അല്ലെങ്കിൽ BDJS-ന് അവിടെ 11,000 വോട്ടുണ്ടായിരുന്നെങ്കിൽ K അജിത്ത് അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അത് 20,000-ത്തിലേക്ക് എത്തുന്നു. അതുപോലെ ഏറ്റുമാനൂരിൽ നമ്മൾ നോക്കുമ്പോൾ ഇടത് കോട്ടകളിലൊക്കെ വലിയ വിള്ളൽ വീണിരിക്കുന്നു. ഇനി ഈ വിള്ളലുകളൊക്കെ പരിഹരിച്ച് ഒരു മടങ്ങിവരവ് സാധ്യമാകുമോ എന്നുള്ളൊരു ചോദ്യം ശരിയാണ്. പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ കോട്ടയത്ത് ഇനി ഇടതുമുന്നണിയുടെ മടങ്ങിവരവ് അത്ര എളുപ്പമാവാൻ സാധ്യതയില്ല. ഇനി ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ ആദ്യം പോവേണ്ടത് അത് അമ്പലപ്പുഴയിലേക്ക് തന്നെയാണ്. ചരിത്ര ഭൂരിപക്ഷത്തിലാണ് അമ്പലപ്പുഴയിലെ സുധാകരന്റെ വിജയം. ജില്ലയിൽ 59,603 വോട്ടുകളാണ് UDF വർദ്ധിപ്പിച്ചത്. അജയ് ചേരുകയാണ്. അജയ്, ആലപ്പുഴയിൽ സുധാകരനാണോ പാർട്ടിയാണോ ആരാണ് ശരിയെന്ന രാഷ്ട്രീയ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരുന്നു വിധിയെഴുത്ത്. അങ്ങനെ വേണ്ട കരുതാൻ? തീർച്ചയായും രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ മണ്ഡലമാണ് അമ്പലപ്പുഴ മണ്ഡലം. അത് സുധാകരൻ പാർട്ടി വിട്ട കോൺഗ്രസിൻ്റെ പിന്തുണയോട് മത്സരിച്ച മണ്ഡലം എന്ന നിലയിലാണ് അത് രാഷ്ട്രീയ കേരളത്തിൽ ശ്രദ്ധയാകർഷിച്ച മണ്ഡലമായി മാറുന്നതും. എന്തായാലും ആ ഒരു ചോദ്യം, അത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ചോദ്യം, ആരായിരിക്കും ശരി, സുധാകരനാണോ പാർട്ടിയാണോ ശരി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നലെ അമ്പലപ്പുഴയിലെ ജനങ്ങൾ നൽകിയത്. 27,935 എന്ന ചരിത്ര ഭൂരിപക്ഷത്തിലാണ് സുധാകരൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ വിജയിച്ചു കയറിയത്. ഇതിനു മുൻപ് 2015 22,000 സംതിങ് വോട്ടിൽ വിജയിച്ച സുധാകരൻ തൻ്റെ തന്നെ റെക്കോർഡാണ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ ഒരു വോട്ടിൽ വലിയൊരു പിന്നോട്ട് പോക്ക് CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ച് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതാണ്ട് 1.07 ലക്ഷത്തിൻ്റെ കുറവാണ് ആലപ്പുഴ ജില്ലയിലാകെ തന്നെ CPM-ന് LDF-ന് വോട്ടിൽ കുറവുണ്ടായിട്ടുള്ളത്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ 59,000-ലധികം 59,603 എന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക്, ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു വോട്ട് ഷെയറിലേക്ക് മാറ്റുവാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട്. NDA-ക്കും ഏതാണ്ട് 3,000-ലധികം വോട്ടുകൾ ഇക്കുറി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് NDA-ക്കും UDF-നും ഈ ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ പിന്നോട്ട് പോക്കാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. വലിയ വിപ്ലവ പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള മണ്ണ് കൂടിയാണ് ആലപ്പുഴ. ആ മണ്ണിലാണ് ഇത്തരത്തിലേക്കൊരു വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുള്ളത്
എന്നുള്ളതാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തിട്ടുള്ള പൊതുയോഗങ്ങളിൽ പങ്കെടുത്ത 4 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ ശ്രദ്ധേയമായ കാര്യം കായംകുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ്. കായംകുളം, അരൂർ ഉൾപ്പെടെ UDFന് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി പൊതുയോഗത്തിൽ സംസാരിക്കുന്ന സാഹചര്യമുണ്ടായ. ആ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് വലിയ പിന്നോട്ടുപോക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുവാൻ. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിലാകെ തന്നെ വലിയ വോട്ടിൽ കുറവ് ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അരൂരിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. UDFനെ സംബന്ധിച്ച് UDF മുന്നോട്ട് വച്ചിരുന്ന അവരുടെ ഒരു കണക്കുകൾ ഫലപ്രദമാകുന്നു എന്നൊരു കാഴ്ചയും കാണേണ്ടതാണ്. 6 സീറ്റോളം നേടുമെന്നായിരുന്നു UDF നേതൃത്വം കരുതിയിരുന്നത്. അത് ആ നിലയിൽ തന്നെ ജയിക്കുവാൻ കഴിയുന്നു. പല ഘട്ടങ്ങളിലും മാവേലിക്കരയും ചേർത്തലയും ഉൾപ്പെടെ പല ഘട്ടങ്ങളിലും പല റൗണ്ടുകൾ എണ്ണുമ്പോൾ പോലും P. പ്രസാദും അതുപോലെ തന്നെ MS അരുൺകുമാറും പിന്നോട്ട് പോകുന്ന സാഹചര്യം കണ്ടിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച MLA എന്ന അവാർഡ് ഉൾപ്പെടെ നേടിയ MLA കൂടിയാണ് മാവേലിക്കര MLA MS അരുൺകുമാർ. ആ അരുൺകുമാർ പോലും പല ഘട്ടങ്ങളിലും പല റൗണ്ടിലും പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. P. പ്രസാദ് ചേർത്തലയിൽ അജേയമായ സീറ്റാണ്. ഇടതുപക്ഷം സംബന്ധിച്ച് ചേർത്തല ഒരു കാരണവശാലും ഒരു കാലത്തും കൈവിട്ടു പോകുന്ന സീറ്റല്ല. ആ സീറ്റിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം BJPക്ക് സന്ദീപ് ബജസ്പതി ഒരു ത്രികോണ മത്സരം ഉണ്ടാകുമെന്നാണ് ഹരിപ്പാട് കരുതിയിരുന്നത്. അവിടെ വലിയ ഒരു വോട്ട് ഷെയറിൽ വലിയൊരു വർധന ഉണ്ടാക്കുവാൻ സന്ദീപ് ബജസ്പതിക്ക് പറ്റുന്നു. അങ്ങനെ ജില്ലയിൽ NDA വലിയ മുന്നേറ്റം നടത്തുന്നു. ഒപ്പം UDFും വലിയ മുന്നേറ്റം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കായംകുളത്തെ സംബന്ധിച്ച് കായംകുളം മണ്ഡലത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിടുന്ന മണ്ഡലമാണ്. ആ മണ്ഡലമാണ് M. ലിജുവിലൂടെ തിരിച്ചു പിടിക്കുന്നത്. M. ലിജു നമ്മൾ കണ്ടതാണ്, വളരെ വൈകാരികമായി പൊതുയോഗങ്ങളിൽ ഉൾപ്പെടെ സംസാരിക്കുന്ന ഘട്ടത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത ഒരു നേതാവ് കൂടിയാണ്. ആ ലിജു അവിടുന്ന് ജയിച്ചു വരുന്നു. അങ്ങനെ വലിയ മുന്നേറ്റം ജില്ലയിൽ UDFനും NDAക്കും ഉണ്ടാക്കാൻ കഴിയുന്നു. അവിടെ വിപ്ലവ മണ്ണിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നത്. മായ അജയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അമ്പലപ്പുഴയിൽ, ആലപ്പുഴയിൽ സുധാകരനാണോ പാർട്ടിയാണോ ആരാണ് ശരിയെന്ന ആ വലിയൊരു രാഷ്ട്രീയ ചോദ്യമുണ്ടല്ലോ, അതിനുള്ള കൃത്യമായൊരു ഉത്തരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. പറയാതെ വയ്യ. മലബാറിൽ UDF നേടിയ മുന്നേറ്റം കോൺഗ്രസിന് നൽകുന്നത് വൻ നേട്ടങ്ങൾ കൂടിയാണ്. 4 പതിറ്റാണ്ടായി ഒരു MLA പോലും ഇല്ലാതിരുന്ന കോഴിക്കോട് ഇത്തവണ 5 കോൺഗ്രസ് MLAമാരാണ് വിജയിച്ച് കയറിയത്. കോഴിക്കോട് നിന്ന് രേഷ്മ ചേരുകയാണ്. രേഷ്മ, പ്രതീക്ഷിക്കാതെ ഈ 5 കോൺഗ്രസ് MLAമാർ വിജയിക്കുമെന്ന് അത്ര വലിയൊരു അപ്രമാദിത്വം അത് പ്രതീക്ഷിച്ചിരുന്നതല്ല. UDF ക്യാമ്പുകളിൽ പോലും പ്രചരണ സമയത്തൊക്കെ അതൊരു 3 ആവാം 4 ആവാം അത്രേ വിചാരിച്ചിരുന്നുള്ളൂ. അവിടെ നിന്നും കടന്നു അത്. തീർച്ചയായും കോൺഗ്രസിന് ഇരട്ടി മധുരമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ലഭിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം 2001 ശേഷം കോൺഗ്രസ് ഒന്നല്ല രണ്ടല്ല 5 MLAമാരാണ് ഈ കോൺഗ്രസിന് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ 4ഓളം യുവ MLAമാരാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ കൊയിലാണ്ടിയിൽ നിന്ന്, ഒപ്പം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ജയന്ത് കോഴിക്കോട് നോർത്തിൽ നിന്ന് വിജയിച്ചു കയറി. ഒപ്പം തന്നെ ഒരു വനിതാ MLA ഉണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട്. എലത്തൂരിൽ നിന്നും CPMന്റെ കുത്തക സീറ്റായ എലത്തൂരിൽ നിന്നാണ് അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ AK ശശീന്ദ്രനെ തോൽപ്പിച്ച് മുന്നേറി വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നാദാപുരത്തെയും CPM കോട്ട പൊളിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ യുവ നേതാവായ KM അഭിജിത്തും ജയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഏറ്റവും അപ്രതീക്ഷിതമായ വിജയം ബാലുശ്ശേരി മണ്ഡലത്തിൽ, ഇവിടെയും CPMന്റെ കോട്ട തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ KSUയുടെ ജില്ലാ പ്രസിഡന്റായ VT സൂരജ് വിജയിച്ച് കയറിയിരിക്കുന്നത്. VT സൂരജിന്റെ വിജയം തന്നെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം സച്ചിൻ ദേവിന് ഇവിടെ നല്ല മേൽക്കോയ്മയുണ്ടായിരുന്നു. ഇവിടെ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും സംവരണ മണ്ഡലത്തിൽ VT സൂരജിന് സീറ്റ് നൽകിയപ്പോൾ ഏറെക്കുറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നാണ് UDF ക്യാമ്പിൽ നിന്നും പറയുന്നത്. ഈ 5 സ്ഥാനാർത്ഥികളും ഒരുമിച്ച് ജയിച്ചു കയറിയത് കോൺഗ്രസിന് ഇരട്ടി മധുരം തന്നെയാണ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് CPM LDF ക്യാമ്പുകളിൽ വൻ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം 13 മണ്ഡലങ്ങളിൽ 12 UDF നേടിയതോടെ കനത്ത നിരാശയാണ് LDFന് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. മുഹമ്മദ് റിയാസ് മാത്രമാണ് ജില്ലയിൽ ജയിച്ചു കയറിയിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് ഇത് ഏറ്റവും വലിയ വിജയമായാണ് കണക്കാക്കുന്നത്. ഈ ഏറ്റവും പ്രായം കുറഞ്ഞ MLA എന്ന് പറയുന്നത് ബാലുശ്ശേരിയിൽ VT സൂരജിന് പറയാം. സൂരജ് ഉൾപ്പെടെയുള്ളവർ നിയമസഭയിൽ എത്തുമ്പോൾ വൻ പ്രതീക്ഷയാണ് ജില്ലയിൽ നിന്നും ഉയരുന്നത്. മായ
രേഷ്മയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി കാസർകോട്ടേക്കാണ്. കാസർകോട് UDF തരംഗത്തിൽ മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രന് ഉണ്ടായത് വമ്പൻ പരാജയമാണ്. കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് 745 വോട്ടുകൾക്ക് പരാജയപ്പെട്ട K സുരേന്ദ്രൻ ഇത്തവണ 29,250 വോട്ടുകൾക്കാണ് തോറ്റിരിക്കുന്നത്. CPM-നും വലിയ തകർച്ചയാണ് കാസർകോട് കണ്ടത്. 39 വർഷങ്ങൾക്ക് ശേഷം ഉദുമ നിയോജക മണ്ഡലവും കോൺഗ്രസ് കൈപ്പിടിയിലാക്കി. കാസർഗോഡ് നിന്ന് അനൂപ് ചേരുകയാണ്. അനൂപ്, ഈ മഞ്ചേശ്വരം എന്നും NDAക്ക് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ അത് വല്ലാത്തൊരു കൈവിടലാണ് ഇത്തവണ ഉണ്ടായത്. കഴിഞ്ഞ തവണയൊക്കെ 745 വോട്ടുകൾക്കൊക്കെ പരാജയപ്പെട്ടുള്ളൂ. പക്ഷേ ഇത്തവണ വലിയൊരു മാർജിനുള്ള ഒരു പരാജയപ്പെടലായി മാറി സുരേന്ദ്രൻ്റേത്. എങ്ങനെ സംഭവിച്ചു അത്? മായ, UDF തരംഗത്തിൽ സംസ്ഥാനത്ത് CPM-ന്റെ വലിയ നേതാക്കൾ തന്നെ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അത് പയ്യന്നൂരെടുത്ത് പരിശോധിച്ചാൽ കാണാം. 50,000 വോട്ടിന് വിജയിച്ച TI മധുസൂദനൻ കുഞ്ഞികൃഷ്ണനോട് പരാജയപ്പെടുന്ന ഒരു കാര്യം. അതുപോലെ സമാനമായ രീതിയിൽ BJP-യുടെ വലിയ നേതാവ്, സംസ്ഥാന ശ്രദ്ധയാകർഷിക്കുന്ന K സുരേന്ദ്രൻ ഇത്തവണ 29,252 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതായത് 745 വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. അതിനു മുമ്പ് 89 വോട്ടുകൾക്ക്. ഇങ്ങനെ ഈ രീതിയിൽ പരാജയപ്പെട്ട് ഇഞ്ചോടിഞ്ച് പോരാടി നിന്ന മണ്ഡലത്തിലാണ് സുരേന്ദ്രനെ തൂത്തെറിയുന്ന രീതിയിൽ ജനം വോട്ട് ചെയ്തിരിക്കുന്നത് UDF-ന്. സിറ്റിംഗ് MLA AK മഷറഫിന്റെ ജനകീയത എടുത്തു പറയേണ്ടത് തന്നെ. അവിടെ കുമ്പളയിലെ താൽക്കാലിക ടോൾ പിരിവിനെതിരെ അദ്ദേഹം നടത്തിയ സമരം, അതുപോലെ ശിരൂർ ദുരന്തത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏറെ ജനപ്രീതി ഉണ്ടാക്കിയിട്ടുണ്ട് AK മഷറഫിന്. വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ഉണ്ടായത്, BJPക്ക് ഉണ്ടായതെന്ന് പറയണം. BJP കഴിഞ്ഞ 5 വർഷക്കാലം നില മെച്ചപ്പെടുത്തി UDF-നെ പരാജയപ്പെടുത്താനുള്ള, അവരെ കീഴ്പ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുകൂടി തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം 745 വോട്ടുകൾക്ക് പരാജയപ്പെട്ട ശേഷം പിന്നീട് 5 വർഷം കഴിയുമ്പോൾ വീണ്ടും സുരേന്ദ്രൻ മണ്ഡലത്തിലെത്തുന്നു. ഏതാനും മാസങ്ങൾ തിരഞ്ഞെടുപ്പിനുണ്ടാകുമ്പോൾ വീണ്ടും സക്രിയമാകുന്നു. ഇതാണ് ഇദ്ദേഹം എല്ലാ കാലങ്ങളിലും നടത്തുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. ഇത് 4ാം തവണയാണ് തുടർച്ചയായി മത്സരിച്ച് സുരേന്ദ്രൻ പരാജയപ്പെടുന്നത്. മഞ്ചേശ്വരത്ത് BJP-യുടെ A ക്ലാസ് മണ്ഡലം ഇപ്പോൾ ഒരു C ക്ലാസ് ലെവലിലേക്ക് താഴ്ന്നുപോയി എന്ന് വേണം നമുക്ക് പറയാൻ. ആ UDF തരംഗത്തിൽ താമര വാടി, അല്ലെങ്കിൽ സുരേന്ദ്രൻ ആടി ഉലഞ്ഞു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഉദുമയിലെ കാര്യം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് വലിയൊരു തിരിച്ചുവരവ് അവിടെ ഉണ്ടായി എന്ന് വേണം പറയാൻ. കാരണം 1987-ൽ KP കുഞ്ഞിക്കണ്ണൻ, മുൻ MLA പരേതനായ KP കുഞ്ഞിക്കണ്ണനാണ് ഉദുമ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിരുന്നത്, ഏറ്റവും ഒടുവിലായി കോൺഗ്രസിൻ്റേത്. അതിനുശേഷം നാളിതുവരെ ഒരു MLA സൃഷ്ടിക്കാൻ കോൺഗ്രസിന് ഇവിടെ സാധിച്ചില്ല. പക്ഷേ K നീലകണ്ഠൻ എന്ന സൈലന്റായ ഒരു പ്രവർത്തകൻ, KPCC-യുടെ നിർവാഹക സമിതി അംഗം കൂടിയായ DCC നേതൃത്വത്തിലെ നേതാവ് K നീലകണ്ഠൻ, ശാന്തശീലനായ K നീലകണ്ഠൻ ഇവിടെ വിജയിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഉദുമ നിയോജക മണ്ഡലത്തിൽ. ആ കരുത്തുറ്റ ചെങ്കോട്ട പിളർത്തി എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി. മഞ്ചേശ്വരം എടുത്തു നോക്കിയാലും അതുപോലെ തന്നെ ഉദുമ എടുത്തു നോക്കിയാലും വോട്ടെണ്ണലിൻ്റെ ഒരു സമയത്ത് പോലും, അരമണിക്കൂർ നേരം പോലും വോട്ടെണ്ണുമ്പോൾ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനോ അതുപോലെ തന്നെ ഉദുമ നിയോജക മണ്ഡലത്തിൽ CPM-ന്റെ സമുന്നത നേതാവ് കൂടിയായ സിറ്റിംഗ് MLA ആയിരുന്ന CH കുഞ്ഞുമ്പോ ഒരു തവണ പോലും ലീഡ് ചെയ്തില്ല എന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. വമ്പൻ ഭൂരിപക്ഷത്തിലാണ് മഞ്ചേശ്വരത്ത് AK മഷറഫ് K സുരേന്ദ്രനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉജ്ജ്വല വിജയമാണ് K നീലകണ്ഠനിലൂടെ ഉദുമയിൽ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന് സന്ദീപ് വാര്യരുടെ കാര്യമാണ്. ചെങ്കോട്ട പിളർത്തി സന്ദീപ് വാര്യർ. ദ്വയാംഗ മണ്ഡലമായിരുന്ന നീലേശ്വരം വിഭജിച്ച് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ഉണ്ടാക്കിയ കാലം മുതൽ അവിടെ ഇടത് സ്ഥാനാർത്ഥികൾ മാത്രമാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ 26,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ സിറ്റിംഗ് MLA ആയ രാജഗോപാലൻ വിജയിച്ച, CPM-ന്റെ രാജഗോപാലൻ വിജയിച്ച തൃക്കരിപ്പൂരിലാണ് 4,000-ൽ പരം വോട്ടുകൾക്ക് സന്ദീപ് വാര്യർ വിജയിച്ച് കയറിയത്. അവിടെ ചരിത്രം സൃഷ്ടിച്ചു സന്ദീപ്. കാരണം ആ ചെങ്കോട്ടയിൽ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം രൂപം കൊണ്ട കാലം മുതൽ നാളിതുവരെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി, ഒരു UDF സ്ഥാനാർത്ഥി പോലും വിജയിച്ചു വരാത്ത, ഒരു MLA പോലും ഇല്ലാത്ത ആ മണ്ഡലത്തിൽ അനൂപാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. BJP 3 സീറ്റുകൾ കൈപ്പിടിയിലൊതുക്കി. അതിൻ്റെ ഒരു വിജയാഹ്ലാദമൊക്കെ ഉണ്ട്. പക്ഷേ മഞ്ചേശ്വരം പോലെയുള്ള A ക്ലാസ് മണ്ഡലങ്ങൾ, അവിടുത്തെ ആ ഒരു തകർച്ചയുണ്ടല്ലോ, അത് വലിയൊരു തിരിച്ചടി കൂടിയാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. ഇടുക്കിയിൽ കോൺഗ്രസ് വൻ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ CPM-നും കേരള കോൺഗ്രസ് എമ്മിനും ഉണ്ടായത് കനത്ത തിരിച്ചടിയാണ്. കേരള കോൺഗ്രസിൽ റോഷി അഗസ്റ്റിന് എതിരെ വിമർശനം ഉയരാനുള്ള സാധ്യത ഏറെയാണ്.
ഏറെ വിജയസാധ്യത ഉണ്ടായിരുന്ന എം മണിക്ക് സീറ്റ് നിഷേധിച്ചതും CPM-നുള്ളിൽ ചർച്ചകൾക്ക് വഴിവെക്കും. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് MC ബോബൻ ചേരുകയാണ്. ബോബൻ, ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആ ഒരു തകർച്ചയുണ്ടല്ലോ, തകർന്ന് തരിപ്പണമായല്ലോ കേരള കോൺഗ്രസ് എം. അതിൻ്റെ കാരണം അത് എത്തി നിൽക്കുന്നത് റോഷി അഗസ്റ്റിൻ്റെ ചില അനുചിതമായ ചില തീരുമാനങ്ങൾ, പാർട്ടിക്ക് നിരക്കാത്ത ചില തീരുമാനങ്ങൾ, അതുകൊണ്ടാണ് എന്ന തരത്തിലേക്ക് വരുന്നുണ്ട് കാര്യങ്ങൾ, അല്ലേ? മായ, തീർച്ചയായും ഇത്തവണത്തെ കേരള കോൺഗ്രസ് എമ്മിന്റെ പരാജയത്തിന്റെ മുഖ്യ ഉത്തരവാദി റോഷി അഗസ്റ്റിനാണ് എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ചർച്ച നടക്കുന്നത്. പ്രധാനമായും തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് UDF-ലേക്ക് മാറാനുള്ള വലിയ സാധ്യത കേരള കോൺഗ്രസ് എമ്മിനുണ്ടായിരുന്നു. എന്നാൽ ഇടതുപക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കണം എന്ന തീരുമാനം റോഷി അഗസ്റ്റിൻ്റെതായിരുന്നു. മാത്രവുമല്ല, പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയെ വെല്ലുവിളിക്കുന്ന പല തീരുമാനങ്ങളും റോഷി അഗസ്റ്റിൻ എടുത്തു എന്നുള്ള തരത്തിലും പാർട്ടിക്കുള്ളിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ചർച്ചയുണ്ട്. അതിൽ പ്രധാനം പാലായിൽ ജോസ് കെ മാണി മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചത് റോഷി അഗസ്റ്റിനാണ്. ഒരു മീറ്റിംഗിൽ വെച്ച് പത്രസമ്മേളനം നടക്കുമ്പോൾ ആ സമയത്ത് മൈക്ക് തട്ടിയെടുത്ത്, ചെയർമാന്റെ മൈക്ക് തട്ടി എടുത്തുകൊണ്ടാണ് റോഷി അഗസ്റ്റിൻ ആ വേദിയിൽ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. അത്തരത്തിൽ ചെയർമാനെ പോലും വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ചെയർമാനെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള നടപടികളാണ് റോഷി അഗസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന വലിയ ചർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് പോലും നേടാതെ പൂജ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് റോഷി അഗസ്റ്റിൻ തന്നെയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ 25 വർഷം ഇടുക്കിയുടെ ജനപ്രതിനിധിയായിരുന്ന റോഷി അഗസ്റ്റിൻ 6ാം വട്ടം അംഗത്തിനിറങ്ങുമ്പോൾ വലിയ വിജയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ പൂർണ്ണമായും അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി റോഷിയുടെ തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ CPM-നുള്ളിലും വലിയ ചർച്ചകളാണ് ഇടുക്കിയിൽ ഉണ്ടാകുന്നത്. 2001 ശേഷം ആദ്യമായാണ് ഇവിടെ ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPM-ഉം ഇത്രയും വലിയ വെല്ലുവിളി നേരിടുന്നത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ M മണിക്ക് ഏറെ വിജയസാധ്യത ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഇടുക്കി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയത് M മണിയുടെ പേര് മാത്രമായിരുന്നു. 3 തവണ ഈ പേര് നൽകിയെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഈ പേര് വെട്ടിയിട്ട് KK ജയചന്ദ്രനെ ഇവിടെ മത്സരിപ്പിക്കണം എന്ന തീരുമാനമുണ്ടായത്. അങ്ങനെ KK ജയചന്ദ്രന്റെ പേര് നിർദ്ദേശിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റിയോട് നിർദ്ദേശിക്കുകയും ഈ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് KK ജയചന്ദ്രന്റെ പേര് നൽകുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഏതാണ്ട് 20,000-ലധികം വോട്ടുകൾക്കാണ് ജയചന്ദ്രൻ പരാജയപ്പെട്ടത്. M മണിയുടെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതോടെ ഉടുമ്പൻചോലയിൽ വലിയ ഒരു നിസ്സംഗത പാർട്ടി പ്രവർത്തകർക്കിടയിലും അണികൾക്കിടയിലും ഉണ്ടായിരുന്നു. അതുതന്നെയാണ് പരാജയത്തിന്റെ മുഖ്യ കാരണമെന്നാണ് വിലയിരുത്തുന്നത്. M മണി മത്സരിച്ചിരുന്നെങ്കിൽ ഇടുക്കിയിൽ ഒരു സീറ്റെങ്കിലും നേടാമായിരുന്നു എന്നുള്ള ഒരു ചിന്ത, ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ചർച്ചകളും പോകുന്നത്. അതുകൊണ്ട് തന്നെ CPM-ഉം പ്രതിക്കൂട്ടിലാണ്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചും ഇടുക്കിയിൽ CPM-നെ സംബന്ധിച്ചും വലിയ വെല്ലുവിളിയുടെ നാളുകളാണ് ഇനിയുള്ളത്. ഇനി എങ്ങനെ തിരിച്ചു വരാൻ കഴിയും എന്നുള്ളത് പോലും വലിയ പ്രശ്നമാണ്. കാരണം ഇടുക്കി എന്നും UDF-ന്റെ കോട്ടയായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റവും ഉണ്ടാക്കിയിരുന്നു. ഇവിടെ ഇപ്പോൾ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി ഒരു തിരിച്ചറിവ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മായ. ശരി, MC ബോബനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി മലപ്പുറത്തേക്ക് പോവുകയാണ്. മലപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ വിജയത്തിന് പിന്നാലെ മന്ത്രിസഭാ ചർച്ചകളിലേക്ക് കടന്ന് മുസ്ലിം ലീഗ്. ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൂടുതൽ മന്ത്രിസ്ഥാനവും ആവശ്യപ്പെടാനാണ് സാധ്യത. അരവിന്ദൻ ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. അരവിന്ദൻ, ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ചോദിച്ചേക്കും എന്ന തരത്തിൽ നേരത്തെ തന്നെയുള്ള വിഷയമാണ് അത്. നമ്മളൊക്കെ അത് പറയാറുണ്ട്, എല്ലാ ചർച്ചകളിലും അത് വരുന്നതാണ്. പക്ഷേ ഒരു ഇഞ്ചോടിഞ്ച് വിജയമല്ല UDF-ന് ഉണ്ടായിരിക്കുന്നത്. 100 കടന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒരുപക്ഷെ ചോദിച്ചാലും അത് കൊടുക്കാനുള്ളൊരു സാധ്യത അത് കാണുന്നില്ല അരവിന്ദൻ, അങ്ങനെയല്ലേ? മായ, സാധ്യതകൾ അങ്ങനെയാണെങ്കിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനമെന്നും അല്ലെങ്കിൽ കൂടുതൽ മന്ത്രിസ്ഥാനവും ആവശ്യമുണ്ട് എന്നുള്ള ഒരു പൊതുവികാരമാണ് ലീഗിലുള്ളത്. കാരണം ലീഗ് 5ാം മന്ത്രി എന്നുള്ള നിലയ്ക്ക് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത് തന്നെ 5ാം മന്ത്രിക്ക് വേണ്ടി വലിയ തോതിലുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷേ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം അതിന് തടസ്സമാകുമെന്ന തിരിച്ചറിവിൽ അന്ന് ലീഗിനെ അടക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ. ലീഗ് വളരെയധികം ശക്തമായ ഒരു സാന്നിധ്യമാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പല മണ്ഡലങ്ങളും വിജയിക്കാനുള്ള പ്രധാന ഘടകം ലീഗിൻ്റെ സംഘടനാ സംവിധാനമാണ്. ആ സംവിധാനം തന്നെയാണ്. മാത്രമല്ല UDF എന്ന സംവിധാനം ഒറ്റക്കെട്ടായി നിൽക്കാൻ തെരഞ്ഞെടുപ്പ് വേളയിലും അതിനു മുൻപും എല്ലാം വിവാദങ്ങളെല്ലാം ഉയർന്നപ്പോൾ ലീഗ് പാലിച്ച സംയമനം,
ഇതെല്ലാം ആ UDF സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായിരിക്കുന്നു. അതിനാൽ തന്നെ മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള ആവശ്യം, മുസ്ലിം ലീഗിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് പൊതുവേദികളിൽ വലിയ ബഹളം ഉണ്ടാക്കി ആവശ്യപ്പെടുന്ന ഒരു ശൈലിയല്ല. അതേസമയത്ത് കഴിഞ്ഞ ദിവസം ഇത്തരം അഭിപ്രായം തെരഞ്ഞെടുപ്പ് വിജയം വന്നപ്പോൾ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ പറ്റിയെല്ലാം ചോദിച്ചപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇപ്പോൾ ആഘോഷിക്കാനുള്ള ദിവസമാണ്, ഇന്ന് ശുഭദിനമാണ് എന്നുള്ളത്. അതായത് വരും ദിവസങ്ങളിൽ ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ, മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങാനിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇത്തരം ആവശ്യങ്ങൾ ലീഗ് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക്, UDFിലെ ഒരു പ്രബല കക്ഷി എന്നുള്ള നിലയ്ക്ക് ഇത് വേണമെന്നാണ് ലീഗിനുള്ളിലെ പൊതുവികാരം. അതിനൊപ്പം നേതാക്കൾ നിൽക്കും. ഇത്തരം ഒരു ആവശ്യം പൊതുസമൂഹത്തിൽ പൊതുചർച്ചകളിൽ വലിയ ബഹളം ഉണ്ടാക്കാതെ തന്നെ UDF കേന്ദ്രങ്ങളെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാനാവും ലീഗ് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം ലീഗിൽ നിന്ന് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ലീഗ് ഇപ്പോൾ ആരൊക്കെ ആയിരിക്കണം മന്ത്രിമാർ എന്നുള്ള കാര്യങ്ങളിലേക്കും ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം മഞ്ഞളാംകുഴി അലി ദീർഘകാലമായി ഒരു സീനിയർ നേതാവാണ്, ദീർഘകാലമായി MLA ആയി വരുന്നത്. ശരിയാണ് അരവിന്ദൻ പറഞ്ഞതുപോലെ തന്നെ ലീഗാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒരുപക്ഷെ ചോദിച്ചേക്കാം. കൂടുതൽ മന്ത്രിസ്ഥാനവും ലീഗ് ചോദിക്കാനുള്ള സാധ്യത അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. പത്തനംതിട്ട ജില്ലയിലേക്ക് പോയാൽ ജില്ലയിൽ 5-ൽ 4 മണ്ഡലങ്ങളിലും UDF വെണ്ടിക്കൊടി പാറിച്ചപ്പോൾ കോന്നിയിൽ മാത്രമാണ് LDFന് ആശ്വാസ ജയം നേടാനായത്. വീണ ജോർജ് ഉൾപ്പെടെ പരാജയം ഏറ്റുവാങ്ങുന്നത് നമ്മൾ കണ്ടു. തിരുവല്ലയിൽ BJP 2ാം സ്ഥാനത്തെത്തിയത് ഏറെ ശ്രദ്ധേയമാണ്. പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, പത്തനംതിട്ടയിലും അപ്രതീക്ഷിതമായ പല നീക്കങ്ങളുമാണ് നടന്നത്. 5-ൽ 4 മണ്ഡലങ്ങളിലും UDF വെന്നിക്കൊടി പാറിച്ചു. ഈ പത്തനംതിട്ട എന്ന് പറയുന്നത് UDF സ്വഭാവമുള്ള ഒരു ജില്ല തന്നെയാണ്. അതിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്നേ ഉള്ളൂ. അത് തിരിച്ചു പിടിക്കാൻ UDFന് കഴിഞ്ഞു, അങ്ങനെയല്ലേ? അതേമായ ഒരു ഐതിഹാസിക തിരിച്ചുവരവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നേരത്തെ UDFന് വേരോട്ടമുള്ള ഒരു ജില്ല തന്നെയാണ് പത്തനംതിട്ട. നേരത്തെ തന്നെ അതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും UDFന് വലിയ രീതിയിൽ ഒരു മുൻതൂക്കമുള്ള ഒരു ജില്ലയാണ്. അവിടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF 5 സീറ്റും പിടിച്ചുകൊണ്ട് ഈ വലിയൊരു പിടിച്ചടക്കൽ നടത്തിയത്. അതാണ് ഇപ്പോൾ തകർത്തെറിഞ്ഞിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ, UDF പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നത്. ആറന്മുളയിൽ അബിൻ വർക്കിയുടെ ഒരു ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് 18,000-ന് മുകളിലാണ്. അത് പാർട്ടി നേരത്തെ ആദ്യം പുറത്തുവിട്ട കണക്കുകൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതാണ്ട് 6,000-നും 12,000-നും ഇടയിലായിരിക്കും ഭൂരിപക്ഷം എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പോലും പറഞ്ഞിരുന്നത്. അവരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഏതാണ്ട് 18,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. കഴിഞ്ഞ വട്ടം വീണ ജോർജ് നേടിയ ഭൂരിപക്ഷത്തിനേക്കാൾ ഏതാണ്ട് വെറും 18 വോട്ട് മാത്രമാണ് കുറവുള്ളത്. പക്ഷേ വീണ ജോർജിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിരുദ്ധ വികാരം എന്തായാലും ഉണ്ടായിരുന്നു. അതായത് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അക്കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കാൻ അബിൻ വർക്കിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ കത്രിക കുടുങ്ങിയ യുവതിയെയും അതുപോലെ മറ്റ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള യുവാക്കളെയും ഒക്കെ ഇവിടെ എത്തിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമൊക്കെ നടത്തിയിരുന്നു. അതൊക്കെ ഫലം കണ്ടു എന്ന് തന്നെ വേണം കരുതാൻ. വീണ ജോർജിനെതിരെ വലിയ ജനവികാരമുണ്ടായി. ആദ്യ സമയം ഫലം എണ്ണുന്ന സമയത്ത് ഏതാനും കുറച്ച് ബൂത്തുകളിൽ മാത്രമാണ് വീണ ജോർജ് മുന്നിട്ട് നിന്നത്. അതിനുശേഷം തീർത്തും അപ്രസക്തമായി പോയിരുന്നു. എല്ലായിടത്തും അബിൻ വർക്കിക്കായിരുന്നു മുൻതൂക്കം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വീണ ജോർജിന് എത്തുന്നത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ആറന്മുളയെ സംബന്ധിച്ച്. പക്ഷേ BJPക്ക് കാര്യമായ നേട്ടം ആറന്മുളയിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നതും പറയേണ്ട കാര്യമാണ്. പക്ഷേ BJPക്ക് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തിരുവല്ലയിലാണ് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അവിടെ അനൂപ് ആന്റണി വലിയ രീതിയിൽ വോട്ടുകൾ പിടിക്കുന്നു, 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. അവിടെ നിലവിലെ MLA ആയിരുന്ന മാത്യു ടി തോമസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഏറെ നാളായിട്ട് അവിടെ MLA ആയിരുന്ന ആളാണ്. ഒരിക്കലും തിരുവല്ലയിൽ ഇത്തരത്തിലൊരു തോൽവി അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെയാണ് UDF വർഗീസ് മാവനെ ഇറക്കി അത് വലിയ രീതിയിൽ ഈ ഒരു തരംഗത്തിനൊപ്പം അവിടെയും പിടിച്ചെടുത്തത്. അത് അടൂരിലായാലും റാന്നിയിലായാലും അത്തരത്തിൽ തന്നെയാണ്. ഈ ഒരു തരംഗത്തിനൊപ്പം വലിയ രീതിയിൽ ഈ സീറ്റുകളെല്ലാം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഈ ഇവിടങ്ങളിലൊക്കെ റാന്നിയിൽ ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലമാണ്. ശബരിമല ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ്. അവിടെ ആദ്യം അറിയാം അവിടുത്തെ UDF സ്ഥാനാർത്ഥി പഴകുളം മധു ഈ സ്വർണ്ണക്കൊള്ള പാരടി പാട്ട് പാടിയതിനെതിരെ കേസ് പരാതിയുമായി പോവുകയും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ കളയാൻ പോകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ജനം മനസ്സിലാക്കിയെന്ന് വേണം. അതൊക്കെ ജനത്തിന് എന്താണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്നതൊക്കെ മനസ്സിലാക്കിയെന്ന് വേണം തന്നെ കരുതാൻ. അത്തരത്തിലാണ് റാന്നിയിലെ വിജയം ഉണ്ടായത്. പക്ഷേ കോന്നിയിൽ മാത്രമാണ്
അത്തരത്തിലൊരു ആശ്വാസമായി ജനീഷ് കുമാറിന്റെ വിജയത്തോടെ LDFന് അത്തരത്തിലൊരു ആശ്വാസം ഉണ്ടായി. സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ ചിത്രം പങ്കുവയ്ക്കുകയായിരുന്നു പ്രേക്ഷകരുമായി ഞങ്ങളുടെ വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളെ പ്രതിനിധികൾ. ഇനിയിപ്പോൾ ബംഗാളിലേക്ക് പോകേണ്ടതുണ്ട്. ബംഗാളിൽ പുതിയ BJP സർക്കാർ മെയ് 9-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മമതാ ബാനർജിയെ പോലും സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബംഗാളിൽ BJPയുടെ ചരിത്ര വിജയം. ബംഗാളിലും അസമിലും അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മികച്ച പ്രകടനം നടന്നതായി എന്നാണ് BJPയുടെ ഒരു വിലയിരുത്തൽ. അതേസമയം കേരളത്തിൽ ഭരണം നേടാൻ ആയെങ്കിലും അസം ഉൾപ്പെടെ മറ്റ് ഇടങ്ങളിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ബംഗാളിൽ ചരിത്ര വിജയം തന്നെയാണ് BJPയുടെ. ഇനിയിപ്പോൾ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യണം. അത് എന്നായിരിക്കും? ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുണ്ടോ? ബംഗാളിൽ ചരിത്ര വിജയം നേടിയിട്ടുള്ള BJP അവിടെ സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിവേഗത്തിൽ തന്നെ ഒരു കേന്ദ്ര നിരീക്ഷകനെ BJP നിയോഗിക്കും. പിന്നീട് ആ നിയമസഭാ കക്ഷി യോഗം ചേർന്നുകൊണ്ട് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുകയും സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുകയും ചെയ്യും. നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം 9-ന് മെയ് 9-ന് ബംഗാളിൽ പുതിയ BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിനുള്ള പ്രാഥമിക ചർച്ചകൾ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവർ ചേർന്നുകൊണ്ട് പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. BJPയുടെ പാർലമെന്ററി ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി പശ്ചിമ ബംഗാളിൽ പുതിയ BJP മുഖ്യമന്ത്രി അധികാരമേൽക്കും. ബംഗാളിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ BJPക്ക് സർക്കാർ രൂപീകരണത്തിനും മുഖ്യമന്ത്രി കസേരയിലേക്കും എത്താനുള്ള അവസരം ലഭിക്കുന്നത്. അവിടെ പരിശോധിക്കുമ്പോൾ 206 സീറ്റുകളാണ്, 294 അംഗ നിയമസഭയിൽ 206 സീറ്റുകളാണ് BJP പിടിച്ചെടുത്തത്. BJP കൊടുങ്കാറ്റിൽ ഭവാനിപൂരിൽ മമതാ ബാനർജിക്ക് പോലും കാലിടറേണ്ടി വന്നു. അവിടെ വോട്ട് ചോരി ആരോപണം ഉൾപ്പെടെയുള്ളവ നിലവിൽ മമതാ ബാനർജി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മമതാ ബാനർജി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒപ്പം രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും കേരളം ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ BJP വോട്ട് ചോരി നടത്തിയെന്നൊരു ആരോപണം നിലവിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതായത് കേരളത്തിൽ കോൺഗ്രസ് വിജയിച്ചെങ്കിലും അസാമിലും ബംഗാളിലും ഉൾപ്പെടെയുള്ള മറ്റിടങ്ങളിലൊന്നും തന്നെ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. ജിഷ്ണു, ബംഗാളിൽ നിന്ന് വീണ്ടും നമ്മുടെ സംസ്ഥാനത്തേക്ക് തന്നെ വന്നാൽ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ച ഇനി ഡൽഹിയിലാവുമല്ലോ നടക്കുക. അതിനിടെ KC വേണുഗോപാലിനെ ഉയർത്തിക്കാട്ടി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഡൽഹി കേരള ഹൗസിന് മുമ്പിലും KC നായകനാക്കി പ്രഖ്യാപിച്ചാണ് കോൺഗ്രസ് പോസ്റ്ററുകൾ വച്ചിരിക്കുന്നത് എന്നൊക്കെ കേൾക്കുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും കോൺഗ്രസ് സംസ്ഥാനത്ത് വലിയ വിജയം നേടിയെങ്കിൽ പോലും മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വടംവലി നടക്കുമ്പോഴാണ് ഇവിടെ കേരള ഹൗസിന് മുൻപിൽ ഈ പോസ്റ്ററുകൾ, അത് കോൺഗ്രസിന്റെ പേരിൽ തന്നെയാണ് പോസ്റ്ററുകളുള്ളത്. ആ പോസ്റ്ററുകളിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും മാത്രമാണുള്ളത്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ തന്നെയാണ് അത്തരത്തിലൊരു പോസ്റ്റർ വെച്ചത്. കൂടാതെ നയിച്ചവൻ നായകൻ എന്ന പേരിൽ KCയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ കേരള ഹൗസിന് മുൻപിലെല്ലാം തന്നെ ഇത്തരത്തിൽ പോസ്റ്ററുകൾ നിറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വിജയം കേരളത്തിൽ നേടാൻ സാധിച്ചുവെങ്കിൽ പോലും മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇനിയും കേരളത്തിലും ഒപ്പം ഡൽഹിയിലും ഇത് സംബന്ധിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുള്ളിൽ ചർച്ചകൾ തുടരാനിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ KCയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ ഡൽഹി കേരള ഹൗസിന് മുൻപിൽ കോൺഗ്രസിന്റെ പേരിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ യോഗത്തിന് ശേഷം മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിലെത്തുകയും മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾ തുടങ്ങാനിരിക്കെയാണ് ഇത്തരത്തിൽ KC വേണുഗോപാലിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിരവധി പോസ്റ്ററുകൾ ഈ കേരള ഹൗസിന് മുൻപിലെ നിരവധി പോസ്റ്ററുകളിലെല്ലാം തന്നെ KC വേണുഗോപാലിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നായകൻ KC ആണ് എന്ന തരത്തിലാണ് പോസ്റ്ററുകൾ വെച്ചിട്ടുള്ളത്. കോൺഗ്രസിനകത്ത് ജിഷ്ണു ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഡൽഹിയിൽ മാത്രമല്ല KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നത്. നയിച്ചവൻ ജനനായകൻ എന്ന പേരിലാണ് ഫ്ലെക്സ് വന്നിരിക്കുന്നത്. കൊല്ലത്തുമുണ്ട്. കൊല്ലം DCC ഓഫീസിന് മുൻവശത്തും കളക്ടറേറ്റ് പരിസരത്തും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ബോർഡ് ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലാണ് ഈ ബോർഡ്. മറ്റു വാർത്തകളിലേക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു. UAEക്ക് നേരെ മിസൈൽ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിയത്. 12 ബാലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളും പ്രതിരോധിച്ചെന്ന് UAE അറിയിച്ചു. 4 ഡ്രോണുകൾ ഉപയോഗിച്ചെന്നും റിപ്പോർട്ടുണ്ട്. വ്യോമാക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഫുജൈറയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് ഓയിൽ ഇൻഡസ്ട്രീസ് സോണിൽ തീപിടുത്തം ഉണ്ടായി. ഒമാനിൽ
ഗുഹയിലുണ്ടായ ഇറാൻ വ്യോമാക്രമണത്തിൽ 2 വിദേശികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലയൺ മയൂര റോയൽ കിങ്ഡം LMRKയുടെ നേതൃത്വത്തിൽ സിക്കിമിലെ ഗാങ്ടോക്കിൽ അഗ്നിമഹായാഗം നടന്നു. കേരളത്തിൽ നിന്നുള്ള ഭക്തർ ഉൾപ്പെടെ 1000-ഓളം പേർ യാഗത്തിൽ പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠരും സന്നിഹിതരായിരുന്നു. പഴനി, അയോധ്യ, തിരുപ്പതി, ഉജ്ജയിൻ, ഡൽഹി എന്നിവിടങ്ങളിൽ നടത്തിയ യാഗത്തിന്റെ തുടർച്ചയായാണ് LMRK സിക്കിമിൽ മഹായാഗം നടത്തിയത്. ഇന്ത്യൻ സായുധ സേനയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക പൂജയും നടന്നു. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.